കേക്ക് സാർ. അയ്യോ സാറെന്താ ഇവിടെ? ഒന്ന് വിളിച്ചിരുന്ന ഞാനും കൂടെ ഒന്ന് കാണുമായിരുന്നല്ലോ. അതിനെന്താണോ ഞാൻ തന്റെ വീട്ടിലേക്ക് വന്ന? താൻ ഡയറക്ടർ അല്ലേ? നമ്മൾ പഴയ പ്രൊഡ്യൂസർ. ഞാനതിന് ഡയറക്ടർ ആയിട്ടില്ലല്ലോ സാറ്. സാർ ഡയറക്ടർ ആവണമല്ലോ, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സാറ് എടോ, തന്നെ ഒരു ഡയറക്ടർ ആക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത്. തനിക്കറിയാവല്ലോ, എന്റെ അച്ഛൻ മലയാള സിനിമയിലെ ആദ്യകാല നിർമ്മാതാക്കളിൽ ഒരാളാണ്. അച്ഛന്റെ കാലശേഷം വലിയ തെറ്റില്ലാതെ ഞാനത് ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്തായി എൻ്റെ സിനിമകൾ ഓരോന്നായി പൊളിഞ്ഞു. അതെല്ലാം പേരുള്ള വലിയ ഡയറക്ടേഴ്സും സൂപ്പർ സ്റ്റാർ പടങ്ങളുമായിരുന്നു. എന്നാ പിന്നെ ഇനിയൊരു പുതിയ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്നൊരു തോന്നൽ. ആ നിലയ്ക്ക് ആലോചിച്ചപ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ വന്നത് തൻ്റെ മുഖം. ഇന്ന് ഈ ഇൻഡസ്ട്രിയിൽ പുതിയ തലമുറയിൽപ്പെട്ട ഏറ്റവും കാലിബറുള്ള, ഒന്ന് തള്ളിത്തന്നാൽ കയറി വരാൻ സാധ്യതയുള്ള ഒരാൾ താനാണെന്നാണ് എന്റെ റീഡിംഗ്. താനെന്താടോ പന്തം കണ്ട പെരിച്ചായ പോലെ നോക്കിയിരിക്കണം? അല്ല സാർ, എനിക്കിപ്പോഴും ആ സർപ്രൈസ് എക്സൈറ്റ്മെന്റ് മാറിയിട്ടില്ല. എന്നെ തേടി ഒരു നിർമ്മാതാവ് വീട്ടിൽ വരിക, അതും സാറിനെ പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആള്, അതിന്റെ ഒരു നടുക്കവും സന്തോഷവും അത് വളരെ വലുതാ സാർ. താൻ സന്തോഷിക്കാൻ വരട്ടെ. നമുക്കിനി കാര്യത്തിലേക്ക് കിടക്കാം. ആദ്യം എനിക്ക് തന്റെ സബ്ജക്റ്റ് ഒന്ന് കേൾക്കണം. കഥയാണ് നായകനെന്ന് എൻ്റെ അച്ഛൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് എന്താണ് തനിക്ക് പറയാനുള്ളതെന്ന് എനിക്ക് കേൾക്കണം. സ്ക്രിപ്റ്റ് നോക്കും, എന്നിട്ടേ ഫൈനൽ ഡിസിഷൻ ഉണ്ടാവൂ. ആ കാര്യത്തിൽ എൻ്റെ പൊന്നുണ്ണി ഞാനൊരു ബിസിനസ്സുകാരൻ തന്നെയാണ്. അതെ, കഥ കേൾക്കാൻ തയ്യാറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സാറേ, ഇവിടെ തന്നെ ഇരുന്ന് പറഞ്ഞാൽ മതിയല്ലേ? അകത്ത് ഇവിടെ തന്നെ പോരെ? ധൈര്യമായിട്ട് തുടങ്ങിക്കോ. തൽക്കാലം സിനിമ കിട്ടിയിരിക്കുന്ന പേര് സീൻ 1 നമ്മുടെ വീട് എന്നാണ്. ഒരു കൊല്ലനാണ് ഇതിലെ മുഖ്യ കഥാപാത്രമായിട്ട് വരുന്നത്. പിന്നെ ഇതില് മറ്റു കഥാപാത്രങ്ങളെ വരുന്നത് ഇയാളുടെ ഒരു പേരക്കുട്ടിയുണ്ട്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു കഥാപാത്രമാണ്. അവന്റെ പേര് അതെ, മുനിയൻ. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. അച്ഛനെന്താ പറ്റിയത്? എന്താ ഉണ്ണിയേട്ടാ പറ്റിയേ? പാട്ട് പാടണ പോലെ കണ്ണടച്ച് പറയാറുള്ള കഥയല്ലേ? ഓർഡർ ആകെ തെറ്റിച്ചു. എന്താ പറ്റിയേ? എനിക്കറിയില്ല. പ്രതീക്ഷിക്കാത്ത നേരത്ത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒന്നൊരവസരം, ഒരുപക്ഷെ അവസാനത്തെ ചാൻസ്, അത് നഷ്ടപ്പെട്ടു പോകുന്നുള്ള ആദ്യം. അതൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. സാരമില്ല ഉണ്ണി. ഉണ്ണി, വളരെ മോശമായിട്ടാണ് ഉണ്ണി കഥ പറഞ്ഞത്. ടോട്ടലി ഡിസോർഡർ. എങ്കിലും അതിലെ കണ്ടന്റ്, ആ തോട്ട് പുതിയതാണ്, റെലവൻ്റ് ആണ്. അതെനിക്കിഷ്ടപ്പെട്ടു. എടാ, നമ്മൾ ഈ പടം ചെയ്യുന്നു. കാരുണ്യത്തിന്റെ പുതിയ പ്രഭാതങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. അച്ഛാ, എക്സലന്റ്, ഗംഭീരം. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒരു നല്ല സിനിമ കണ്ടു. ശരിയാ, ശരിക്കും ഒരു പുതിയ സിനിമ കണ്ട പോലെ. കൺഗ്രാറ്റ്സ് അച്ഛാ. താങ്ക് യു മോളെ. അതെന്തിനാ അച്ഛന് കൺഗ്രാറ്റ്സ് പറയുന്നത്? കട്ട
ബന്ധപ്പെട്ടെഴുതിയ അയാൾക്കല്ലേ കൺഗ്രാറ്റ്സ് പറയേണ്ടത്? പോമ്മേ, ആൾക്കുള്ളത് വേറെ പറയാം. ഇത് ആളെയും ആളുടെ സ്ക്രിപ്റ്റും തെരഞ്ഞെടുത്തതിന്, അച്ഛനത് സിനിമയാക്കാൻ തീരുമാനിച്ചതിനും. ഓ, ഇപ്പോഴാ എന്റെ ശ്വാസം ഒന്ന് നേരെയായത്. ആദ്യമായിട്ടാണ് ഒരു സ്ക്രിപ്റ്റ് വായിച്ചിട്ട് നിങ്ങൾ എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നത്. എന്നിട്ട് അച്ഛാ, നമ്മൾ ഈ സിനിമ ചെയ്യാന്ന് പറഞ്ഞപ്പോ അവര് ഹാപ്പി ആയോ? ആയോന്നോ? ഹോ, അതൊന്ന് കാണേണ്ടതായിരുന്നു. അവരുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോ നമുക്ക് സിനിമയോടുള്ള പാഷൻ ഒന്നുമല്ല, അയാളുടെ ഒരു ഫൈറ്റിന് വേണ്ടി ആ ഭാര്യയും കുഞ്ഞും കൊടുക്കുന്ന സപ്പോർട്ട് അത് കണ്ടപ്പോണ്ടല്ലോ, ഹോ, വല്ലാത്തൊരു സന്തോഷം ഉണ്ടായി. ഇനി കഥ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിലും അയാളോട് നോ പറയാൻ പറ്റില്ലായിരുന്നു. യഥാർത്ഥത്തിൽ അതാണ് സിനിമയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച കുടുംബം. അറിഞ്ഞില്ലേ, നമ്മുടെ ഉണ്ണിയുടെ പടം ചെയ്യാൻ പോകുന്നു. അടുത്ത ഞായറാഴ്ച പൂജ. ഇത് പറയുന്നുള്ളൂ, ഞങ്ങൾ 2-4 ദിവസമായിട്ട് തന്നെ സംസാരം. അങ്ങനെ ഒറ്റപ്പാല ഉണ്ണി സംവിധായകനാവും. പാവം എത്ര കാലമായി നടക്കുന്നു, ഇപ്പോഴെങ്കിലും ഒരു പ്രോജക്റ്റ് ആയാലും. അതെ, എന്തായാലും നിർമ്മാണം KK സാർ ആയതുകൊണ്ട് സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ നടന്നു. KK സാറിന് കിട്ടിയത് ഉണ്ണിയുടെ ഒരു ഭാഗ്യം തന്നെ. ഉണ്ണിയെ കിട്ടിയ KK സാറിന്റെ ഭാഗ്യ. എന്തായാലും നല്ലൊരു പടത്തിന്റെ മണം വരുന്നുണ്ട്. ഹലോ സുധീറല്ലേ? എടാ, ഇത് ഞാനാ പപ്പൻ. നിനക്കെന്നെ മനസ്സിലായില്ലേ? നല്ല ഹൈറ്റില് ഗ്ലാമർ ഒക്കെ ഉള്ള സത്യം പറ, ഗ്ലാമർ എന്നൊക്കെ പറഞ്ഞ അവന് മനസ്സിലാവൂല. ആ എടാ, ഞാൻ വിളിച്ചതേ നമ്മുടെ ഉണ്ണിയേട്ടന്റെ പടത്തിന് പൂജയാ മറ്റന്നാളെ. അപ്പോ നീ കുടുംബമായിട്ട് പറഞ്ഞേ. ആ എന്നാ ശരി ശരി. എന്തായി, തന്ന കാർഡെല്ലാം കൊടുത്തില്ലേ? ഇവരിവിടെ മുമ്പ് വന്നിട്ടുണ്ടല്ലോ. അത് ഞങ്ങൾ തന്നെയാ. അന്ന് പഠിപ്പ്. ചേച്ചി, ഞങ്ങൾ പരീക്ഷ എഴുതുന്നുണ്ട്. മനസ്സിലായി. അതിന്റെ ഇടയില് ഉണ്ണിസാറൻ അസിസ്റ്റന്റ് ആക്കി. ലാസ്റ്റ് അസിസ്റ്റന്റ്. ക്ലാപ്പ് ക്ലാപ്പ്. എനിക്കൊരു റോളുണ്ട്. അസിക്ക, ഓ, ഞങ്ങൾ ഇനി എന്താ ചെയ്യണ്ടേ? രാവിലെ 7 മുതൽ 9 മണി വരെ തലയും കുത്തി നിക്ക്. ഒന്ന് അടങ്ങ്, പണി തരാ. ഓ, എന്താ ഇവന്റെ ഒക്കെ ഒരു ആവേശം. ഇത് പഠിപ്പിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നെങ്കിലോ? ന്യൂ ജനറേഷൻ 3G. അസിക്ക, ഞങ്ങൾ സീൻ ചാർട്ട് ചെയ്യട്ടെ? ഇങ്ങോട്ട് ചോദ്യം വേണ്ട. ചീഫ് പറയുന്നത് കേട്ടാ മതി. ആര് ചീഫ്? ഞാനാ. അതെ, സീൻ ഞാൻ നീ ചാറ്റ് ചെയ്താലേ മഞ്ജു ടീച്ചർ നാടകം ഡയറക്ട് ചെയ്ത് പോലെ ഇരിക്കും. അല്ല, TRK സ്കൂളിലെ മഞ്ജു ടീച്ചറില്ലേ? അപ്പോ ഉണ്ണി തീരെ മദ്യപിച്ചിട്ടില്ല എന്നാണോ പറയുന്നേ? കണ്ടാ തോന്നിയല്ലോ കേട്ടോ. ജീവിതത്തിൽ 1-2 പ്രാവശ്യം. അതൊരു അത്ഭുതമാണല്ലോടു. സിനിമാക്കാരുടെ എഴുത്തുകാരുടെ എനർജി എന്ന് പറയണത് തന്നെ ഈ മദ്യ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ അമൃതിന്റെ ബലത്തിലാണ് സിനിമാക്കാര് സാഹിത്യകാരന്മാരും നിലനിൽക്കുന്നതെന്ന്. എനിക്ക് പക്ഷെ മറിച്ചാണ് സാർ തോന്നിയിട്ടുള്ളത്. മദ്യം ക്രിയേറ്റിവിറ്റിയെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കുകയുള്ളൂ. താനീ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണോ ഞാനും കരുതിയിരുന്നത്. പക്ഷേ വലിയ വലിയ തകർച്ചകൾ ഉണ്ടാവുമ്പോ, മനസ്സത് കുടുങ്ങിക്കിടക്കുമ്പോ അല്പം റിലീഫ് തരാൻ ദേ ഇവന് കഴിയും. സാർ, ഞാൻ ഒരു കാര്യം തിരിച്ചു ചോദിച്ചോട്ടെ. ഈ പറഞ്ഞ തകർച്ചകളും സങ്കടങ്ങളും ഒക്കെ സ്ത്രീകൾക്ക് ഉണ്ടാകാറില്ലേ? ഉണ്ട്. എന്നിട്ട് അവരാരും മദ്യപിക്കുന്ന കാണാറില്ലല്ലോ. അവരും പിടിച്ചു നിൽക്കുന്നില്ലേ? എടോ, അവർക്ക് ഈ സാധനം കിട്ടാൻ പ്രയാസ. കിട്ടിയിരുന്നെങ്കിൽ അവരും എടുത്ത് മോന്തിയനെ. സാർ മതി, ഇപ്പൊ തന്നെ കൂടുതൽ നിർത്തി. ഞാൻ നിർത്തിയിടോ. കാരണം താൻ എൻ്റെ ഡയറക്ടറാണ്. ഇനി എൻ്റെ എല്ലാ പ്രതീക്ഷകളും തന്നിലാണോ. ഞാനൊരു സത്യം പറയട്ടെ, സിനിമാ ലോകം അറിയുന്ന ഈ KKയുടെ കയ്യിൽ ഇനി അധികമൊന്നുമില്ല. കഷ്ടിച്ച് തൻ്റെ ഈ സിനിമ എടുക്കാനുള്ള കാശ് ശരിക്കും 2 പെമ്മക്കളെ കെട്ടിക്കാനായി സൂക്ഷിച്ചു വെച്ചിരുന്ന കാശ. അപ്പോഴാണ് വീണ്ടും ഒരു തോന്നൽ, അവസാനമായിട്ട് ഒരു ശ്രമം കൂടി നടത്തിയാലോ എന്ന്. നീ എൻ്റെ കമ്പനിയുടെ പഴയ പ്രതാപം തിരിച്ചു തരണം. ഇനിയിപ്പോ അങ്ങനെ ഉണ്ടായില്ലേലും പ്രശ്നമൊന്നുമില്ല. എന്നാലും നിന്നെപ്പോലെ കഴിവുള്ള ഒരു ഡയറക്ടറെ ഇൻഡസ്ട്രിക്ക് പരിചയപ്പെടുത്തി എന്നുള്ള ക്രെഡിറ്റെങ്കിലും എനിക്കുണ്ടാവുമല്ലോ. മുടക്കു മുതല് ലാഭമൊന്നും വേണ്ട, അതെങ്കിലും നീ എനിക്ക് തിരിച്ചു തരില്ലടാ. അതിന് നീ ഒപ്പിട്ട് വാക്ക് തരുമൊന്നും വേണ്ട. പക്ഷേ നീ എനിക്കത് തിരിച്ചു തരണം. ഈ സിനിമ മാത്രമല്ല, എൻ്റെ മക്കളുടെ ഭാവി കൂടിയാണ് നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നത്. എനിക്കറിയാം നിനക്ക് കഴിയും. നീ എഴുതിയ അക്ഷരങ്ങൾക്ക് എനിക്ക് നഷ്ടപ്പെട്ട തറവാടടക്കം എല്ലാം തിരിച്ചു നൽകാൻ കഴിയും. ആ തറവാട് മുറ്റത്ത് വെച്ച് എന്റെ മക്കളുടെ കല്യാണം നമ്മൾ നടത്തുമടാ, എനിക്കുറപ്പാ.
ഉണ്ണിയേട്ടൻ എന്തിനാ ഇങ്ങനെയല്ല നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നേ? ഇപ്പൊ മുന്നിൽ വിജയം മാത്രം മതി. KK സാർ അങ്ങനെ ചോദിച്ചപ്പോ നെഞ്ചത്തൊരു പെടച്ചില്. ഈ സിനിമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് താങ്ങാനുള്ള ശക്തി എനിക്കില്ല. ഒന്നുമില്ല ഉണ്ണിയേട്ടാ, ഈ സിനിമ ഭംഗിയായി പൂർത്തിയാക്കാൻ ഉണ്ണിയേട്ടന് കഴിയും. KK സാറിന് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കൊടുക്കാനും നമുക്ക് പുതിയൊരു ലോകം തുറന്നു കിട്ടുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കുമല്ലേ? അങ്ങനെയേ സംഭവിക്കൂ. ഉണ്ണിയേട്ടാ, അമ്പലത്തിൽ നിന്ന് ആ സൂപ്പർ സ്റ്റാർ എത്തി. അനിൽ സാർ, പൂജാ ഷൂട്ട് നമ്മൾ അവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഡയറക്ടറും KK സാർ അവിടെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് ഇരിക്കാം. റെഡി ആകുമ്പോൾ പറഞ്ഞാൽ മതി. ഞാൻ കാരവനിലുണ്ടാവും. ഇയാൾ ഇപ്പൊ അത്യാവശ്യമായിട്ട് കാരവനിൽ എന്തുണ്ടാക്കാൻ പോവാ? ഇവിടം വരെ മസിലും പിടിച്ച് വന്നല്ലേ തൂറാമുട്ടനുണ്ടാവും. വെരി ബിസിയാ സാർ, വൺ സെക്കൻഡ്. പൂജക്ക് സമയായി. അസോസിയേറ്റ് ഡയറക്ടറാ. കമ്മിങ്. ഞാൻ പിന്നീട് സംസാരിക്കാം. ഉണ്ണി, നമുക്ക് കുറച്ചുകൂടെ ബ്ലാക്ക് ആക്കിയല്ലോ. ഇല്ല സാർ, ഇത് ബെറ്ററാ. ഇതൊക്കെ സി, പടത്തിനെ പറ്റി എനിക്കറിയില്ല, പക്ഷെ കുറച്ചുകൂടെ ബ്ലാക്ക് ആക്കിയാൽ അവാർഡൊക്കെ കിട്ടാം. മിസ്റ്റർ ഉണ്ണി, എനിക്ക് ഡൽഹിയിലൊക്കെ പിടിയുണ്ട്. പ്രിയ, എന്താ ഉണ്ണി, ഈ ഗെറ്റപ്പ് ഓൾമോസ്റ്റ് ഓക്കെ അല്ലേ? അവാർഡ് കിട്ടാൻ ഇത് ഓക്കെ അല്ലേ? നന്നായിട്ട് സാർ. ഇത് മതി. ഓക്കെ. ഉണ്ണേ, ഇതെങ്ങനെയുണ്ട്? എന്താ ഇത്? നോക്കിക്കോ. മാറി മാറി മാറി. ഇതിങ്ങനെ വെക്കട്ടെ? എന്താ നീ കാണിക്കുന്നത്? വെക്കട്ടെ? ഓക്കെ, ഇവിടുന്ന്. കൂടെ അവിടുന്ന്. ഇതൊക്കെ ആരും- ഇത് വലിയ കഷ്ടാട്ടോ ഉണ്ണി. ഈ 40 വയസ്സുകാരനെ പിടിച്ചൊരു 80 വയസ്സുകാരന്റെ വേഷം കെട്ടിക്കുന്നത്. എന്റെ പൊന്നു പ്രിയ, ഒന്നും നോക്കണ്ട. അയാളുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് സാറ്റലൈറ്റ്. അല്ലെങ്കിൽ ഞാൻ കയറി അഭിനയിക്കലായിരുന്നു അല്ലേ മോളെ? ബെസ്റ്റ് ആയിരിക്കും. ഇതിവിടെ വെച്ചാൽ മതിയല്ലോ അല്ലേ? സ്പീഡിൽ കറക്കിയാലേ തീ വരുള്ളൂ. പ്രിയ റെഡി അല്ലേ? ഡേയ്, എന്താ പിന്നെ നോക്കാം. ആക്ഷൻ. പച്ച മനുഷ്യന്റെ കഴുത്തിന് വെക്കുമ്പോൾ തോറ്റുപോ. ഉണ്ണി, വൺ മോർ. ഓക്കെ ഓക്കെ. ഉണ്ണി, ഡയലോഗ്സ് ഒരു ഫ്ലോയിലല്ല. ഐ തിങ്ക് മാറ്റിയാ കൊള്ളാവുന്നുണ്ട്. Can I change dialogue? ഇല്ല സാർ, നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. കറക്റ്റ് ആവും Sir, award. സാർ, നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്യാം. Okay. One more try. Let's go. Clap in. 10 by 1, take 1. അവിടുന്ന് ട്രെയിൻ വന്നിട്ട് ട്രെയിനിന്റെ ഈ ക്രോസിംഗിൽ നമ്മൾ ക്യാമറ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ട്രെയിൻ പാസ് ചെയ്ത് ജസ്റ്റ് ഓപ്പണിംഗിൽ കുട്ടി മുമ്പിലേക്ക് ചാർജ് ചെയ്യണം. അപ്പം നിങ്ങൾ രണ്ടുപേരും കുട്ടിയെ പിടിക്കണം. കുട്ടി മുമ്പോട്ട് പോകാൻ വേണ്ടി ട്രൈ ചെയ്യണം. നിങ്ങൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ പ്രിയ, ട്രെയിനിന്റെ ടൈം ആയിട്ടുണ്ട്. ആ സാറ്റലൈറ്റ് ഉറപ്പിക്കട്ടെ. ഓ സാറ് സംസാരിക്കും. എന്നാ ഞാനിപ്പോ വിളിക്കാം. ഹലോ, ആ പ്രിയ, ഞാൻ കേൾക്കാം. നമ്മൾ റെഡി അല്ലേ? റെഡി, ഞാൻ റെഡി. ഓക്കെ. ഒരു 10 രൂപയുടെ കൂട്ടി തരണം. ആ, നല്ല എക്സ്പെൻസീവ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഞാനല്ലേ പറയണേ. സാർ, ഇത്ര സിനിമ ട്രെയിൻ വരുന്നുണ്ട്. കാണുന്നതാ. ഓക്കെ, കമാൺ കമാൺ, ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി. ഓക്കെ സാർ. ഉണ്ണി! ഉണ്ണിയേട്ടാ, KK സാറിന്റെ അളിയൻ വന്നിരുന്നു. സിനിമ അവര് വിട്ടു. ഇതുവരെ ചെലവായ കാശ് തിരിച്ചു കൊടുക്കണമെന്നാ പറയണത്. പടം ഇടയ്ക്ക് വെച്ച് നിന്നാ പ്രൊഡ്യൂസറെ കാശ് പോകും. അത് പതിവുള്ളതല്ലേ? ഏയ്, ഇത് നമുക്ക് അങ്ങനെ പറഞ്ഞൊഴിയാൻ പറ്റില്ല. അദ്ദേഹം സിനിമ മാത്രമല്ല, ആ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം കൂടി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മളെ രക്ഷിക്കാനാ ആ വലിയ മനുഷ്യൻ. ഉണ്ണി, മല്ലിപ്പൂക്കുള്ള പ്രൊഡ്യൂസർ TVയിലുണ്ട്. അമലിന്റെ ഡേറ്റിന് വേണ്ടി